ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ടൂറാണ്. ഞങ്ങൾ എന്നിട്ട് പോകുന്നത് മൂന്നാർക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇത് രാവിലെ ഇപ്പം 4:30 ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ റെഡി ആയിട്ടുണ്ട്. 5 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്, ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ്സ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് നവംബർ 5 ഞങ്ങൾക്ക് അവധിയാണ് കേട്ടോ. അതുകൊണ്ട് ആണ് ഇന്ന് പോകുന്നത്. കുറച്ചധികം നാളായപ്പോൾ ഞാൻ എന്തായാലും വ്ലോഗ് ചെയ്തിട്ട്, അതുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു ഫുൾ വ്ലോഗായിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എന്തായാലും കുറേ സംഭവങ്ങളൊക്കെ കാണുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പോകുന്നത് ഈ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ വന്നിട്ടുണ്ട്, നമുക്കപ്പം ബസ്സിൽ കയറിയേക്കാം. സോ ഗൈസ് നമ്മൾ ഫൈനലി ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൻ്റെ പേര് ഞാൻ കണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അവർക്ക് വെയിറ്റ് ചെയ്യാം. 5 രൂപ നമ്മൾ പോകുന്നതായിരിക്കും. സോ ഗൈസ് അങ്ങനെ തുള്ളി മടുത്ത്. ഞാൻ തുള്ളിയില്ല, നമ്മൾ എനർജി സേവിങ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തുള്ളി അങ്ങനെ ചെങ്ങന്നൂരോ ഏതോ വെങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് ഗൈസ് പോയാൽ. പക്ഷേ ബസ് നല്ല വൈബാണ്. ആക്ച്വലി ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 30+ ഞങ്ങൾ കുറച്ച് പേരും അത്ര കുറവാണ്. പക്ഷേ 30+ ഉള്ളവരാണ് കൂടുതൽ ഡാൻസ് കളിക്കുന്നത്. ഞങ്ങളാണ് ഡാൻസ് കളിക്കാത്തത്. അതുകൊണ്ട് ബാക്കി ബസ്സിൽ നമ്മൾ വെങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് ചായക്ക് കുടിക്കണം. ചായക്ക് കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് മൈൻഡൊക്കെ സെറ്റ് ആയിട്ട് പോവാം. നല്ല വൈബായിട്ടുണ്ട്. കൊള്ളാം. ഞാൻ കുറെ നാളെ ഒരു ടൂറൊക്കെ പോയിട്ട് ഡീസലായിട്ട് ഞാൻ എത്തിട്ട് പോകാം. സോക്കീസ് അങ്ങനെ നമ്മൾ മൂന്നാറിലെ ഏതൊരു ഭാഗത്ത് എത്തിയിരിക്കുന്നു. മൂന്നാർ എത്തിയില്ല, പക്ഷെ മൂന്നാറിന്റെ ഏതോ ഭാഗത്താണ്. അങ്ങനെ വന്നപ്പം ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ അത് കാണിച്ചു തരുന്നത്. ഇതാണ് ചാൾസിന്റെ കൂട്ടുകാരാണ് കേട്ടോ. കുരങ്ങന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര അതിശയമാണ്. ഞാൻ കഴിഞ്ഞ തവണ മനുഷ്യ പിടിച്ചോണ്ട് പോകുവേ വിഷയമാകും. ഞങ്ങൾ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പം, ഇവിടെ പോയി സൂവിൽ പോയപ്പോഴത്തേക്കും ഒരു കഥയുണ്ട്. എന്റെ കൂട്ടുകാരൻ ഇളക്കിയിട്ട് ഇതുപോലെയുള്ള കുരങ്ങന്മാരെ എടുത്തിട്ട് കൊടുത്താണ്. അതുകൊണ്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഏറ്റവും ശുദ്ധമായ വെള്ളം, ഇതിലും നല്ല വെള്ളം കേരളത്തിൽ എനിക്ക് കിട്ടും തോന്നില്ല. ചാൾസ് എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ അഭിപ്രായം പറയൂ. അങ്ങനെ നമ്മളൊരു അടിപൊളി വാട്ടർഫോൾ ആണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ മൈക്ക് അടിച്ചു പോയത് കേസ്. എല്ലാവരും ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ ചെയ്തായിരുന്നു, പക്ഷെ മൈക്ക് ചെറുതായിട്ടൊന്ന് കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പറ്റുന്ന പോലെ എല്ലാവരെയും പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ചാൾസ അമ്മേ തലയിടിച്ച് ഇങ്ങേരുടെ അങ്ങനെ തല. അപ്പൊ പറയാനുള്ളത് എന്താണ്? പറയൂ. എനിക്ക് പറയാനുള്ളത് ഇതുവരെയുള്ള ഒരു മനോഹരമായ യാത്രയായിരുന്നു. ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാളും വളരെ എൻജോയബിൾ അല്ലെ. ഞങ്ങൾ ഓർത്തുന്ന തനി മാത്രം കൂടെ ആയിരിക്കും പോകുന്നത്. എന്തെങ്കിലും ഒരു ഓൾഡ് വൈബ് ആയിരിക്കും. ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ഫ്രണ്ട് സീറ്റ് തൊട്ട് ബാക്ക് സീറ്റ് വരെ എല്ലാവരും പൊളിയാണ്. ഞങ്ങൾ കാരണം വേറൊരു കാര്യമുണ്ട്, അതെ ഞങ്ങൾ ഈ ഓഫീസിൽ വന്നിട്ട് ആദ്യത്തെ ടൂർ. അപ്പം പക്ഷെ കൊള്ളാം. ഞങ്ങൾ അപ്പൊ കഴിക്കാനുള്ള എന്തൊക്കെയാണ് കാണിച്ചിട്ടപ്പാ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? നമ്മുടെ ഫുഡ് മുട്ട വിത്ത് ഇടിയപ്പം. പുട്ടൊക്കെ കഴിക്കുന്നുണ്ട് എന്തായാലും. ഇങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ടോ? അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കാഴ്ച കണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് നല്ലൊരു സൗണ്ട് ഞാൻ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ജിതു ചേച്ചി അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്. ഒന്ന് കേട്ട് നോക്കും. ചേച്ചിയുടെ പാട്ട് അടിപൊളിയായിരുന്നു. തന്നെ ഗായിക തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ. അങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോ മൂന്നാറിലേക്കല്ല പോകുന്നത്, നമ്മൾ നേരെ ഇരുവികുളം പാർക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് വരാടിനെ കാണണം.
അങ്ങനെ നമ്മൾ എടുത്ത അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. VR ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് ഇരുവികളൊക്കെ VR വഴി ഉള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്ന ട്രൈ ഔട്ട് ചെയ്യണം. ഞങ്ങൾ നേരെ ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂയിലേക്കാണ് വന്നത്. ഇതൊക്കെ ഒരു 300-400 പേരാണ് നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ ഊഴം കാത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ബസ് എന്തായാലും വന്നിട്ടുണ്ട്. സോ നമ്മൾ അങ്ങനെ എല്ലാം ചാടി കയറി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങ് താഴെ ഇവിടെ നിന്ന് ദൈവത്തിൽ നടന്നു വരുന്നു. നീ മടുത്തോടാ? മടുത്തില്ല, കാര്യമായിട്ട് ഞാൻ മടുത്തില്ല. ഞാൻ മടുത്ത കേസ്. അങ്ങനെ നമ്മൾ എന്തായാലും നല്ല കോടയൊക്കെ കൊണ്ട് ആ നടപ്പാതയോടെ നടന്നങ്ങ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അങ്ങനെ എൻ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇതിന്റെ മേളിലേക്ക് നമുക്ക് ഇനി പോകാൻ വേണ്ടി പറ്റൂല. പോലീസ് ചേട്ടന്മാരല്ല, ഫോറസ്റ്റുകാരാണ് കേട്ടോ അവിടെ ഉള്ളത്. ഫോറസ്റ്റുകാരെ നമ്മളെ എന്തായാലും പിടിച്ച് തെറി പറയും. സോ ഇതാണ് നമ്മുടെ എൻ പോയിന്റ്. പക്ഷെ മല ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് വലിയൊരു മഴ പെയ്ത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഓടി ഇവിടുത്തെ റെസ്റ്റോറന്റിലേക്ക് കയറി. റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചായ കൂടി നിർബന്ധമാണല്ലോ. പിന്നെ ചായയും കുറിച്ച് മഴയും കണ്ട് അവിടെ ഇരുന്നു. നനഞ്ഞു ഞങ്ങൾ തലയിരിക്കുന്നതാണ് ഏറ്റവും. പക്ഷെ ഇനിയും പോകാനുണ്ട് ആവശ്യത്തിലധികം സ്ഥലം. ആ വൈബ് നമ്മൾ നനഞ്ഞ് കുളിച്ച് തീർന്ന് പൈസ നമ്മൾ അങ്ങനെ ബസ്സിൽ തിരിച്ചു കയറി. നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി വന്ന് ആടിനെ കണ്ടിട്ട് ഇറങ്ങി വന്ന രാജമല. വേറൊരു പാർക്കാണ് ഇരുവികുളം നാഷണൽ പാർക്ക്. എപ്പോഴും മറന്നു. ഇനി നമ്മൾ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങോട്ടാ പോവാന്ന് മുന്നേ പറഞ്ഞായിരുന്നല്ലോ. ഞാനത് റെക്കോർഡ് ചെയ്തു, പക്ഷേ അത് മറന്നു. ഇനി എങ്ങോട്ട് പോകുന്നുണ്ട്, പോകുമ്പോ എന്തിനാണ്. പക്ഷെ ആദ്യമേ കഴിക്കണം. 3 മണിയായി, 2 മണിയായി, വിശക്കുന്നുണ്ട്. അയ്യോ വിശന്ന് കുറലാത്തുന്നുണ്ട്. പക്ഷെ പരിപാടി കൊള്ളാൻ കഴിച്ചു. പാർക്ക് അടിപൊളിയാണ്, നല്ല വൈബാണ്. ആടില്ല, അത് മാത്രമേ ഉള്ളൂ. 3 ആടേ ഉണ്ടായിരുന്നു. 3 ആട്. അത്രയും നടന്നിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു. അതിനൂടെ ബസ്സിന് ഒരു 3-4 കിലോമീറ്റർ അത്ര പോയിട്ട് ഞങ്ങളെ കണ്ടത്. എത്ര ആടിനെ? 3 ആടിനെയാണ് കഴിച്ചത്. പിന്നെ നേരെ നമ്മൾ കയറി വന്നത് ഒരു ഹോട്ടലിലേക്കാണ്. എന്തായാലും പൊറോട്ടയും ബീഫും കൂടെ കഴിച്ച് അതിനോട് ഒരു മുട്ട കൂടെ കഴിച്ച് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി വയറ് ഫുള്ളായി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗ്യാപ്പ് റോഡിലേക്കാണ്. പിന്നെ ഫുഡയുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് കഴിക്കാൻ എന്ത് കിട്ടിയാലും കഴിക്കൂലോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കുറെ ഭാഗത്ത് എന്റെ വീഡിയോസിന്റെ ഓഡിയോ പോയിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ എന്തായാലും അത് വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അല്ലറ ചില്ലറ വീഡിയോ ഷൂട്ടും റീൽസ് എടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുറകെ വരുന്നതായിരിക്കും. പിന്നെ കുറെ നല്ല ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഫോട്ടോസ്. അപ്പൊ അത് എന്തായാലും ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ എന്തായാലും നമ്മുടെ ഗ്യാപ്പ് റോഡിലെ പരിപാടിക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെയും സങ്കടം തന്നെ, എന്റെ ഓഡിയോ ഇതുപോലെ തന്നെ പോയി. പക്ഷെ കുഴപ്പമില്ല, ഓഡിയോ പോയാലും നമുക്ക് വോയിസ് ഓവർ ഉണ്ട്. കുറെ നല്ല പൂക്കളുള്ള ഒരു അടിപൊളി ഗാർഡൻ ആണ് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡൻ. അതുപോലെ വേറെ കുറെ വെറൈറ്റി ഉള്ള സസ്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങൾ ഇതൊന്നും നുള്ളിപ്പറിച്ചൊന്നും കളയില്ല. കാരണം അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ ഉണ്ട്, അത് ഓർത്തോണം. സോയ്സിന് എന്തോ ഒരു സാധനം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എന്താ? സൂപ്പർ റിയാലിറ്റി ഡോം. നിങ്ങൾ കാണുമ്പോൾ തലമുത്തിയായിരിക്കും കാണുന്നത്. കാണിച്ചുതരാം. സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ. സിനിമ കാണാൻ പോവാണ് ഗൈസ്. റിയാലിറ്റി ഷോ, റിയാലിറ്റി. നമ്മൾ പേടിക്കും ഗൈസ്. ഡ്രാക്കുള. സോയ്സ് അങ്ങനെ ഞങ്ങൾ തലചുറ്റൽ സ്ക്രീൻ ആർക്ക് ഇതിനകത്ത് തല ചുറ്റിയ 2-3 പേരുണ്ട്. അവരെ കാണിച്ചു തരാം. പക്ഷേ കാണുന്നില്ല. അവിടെ പോയി ഫ്രണ്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളയാ ഇതിനകത്തൊക്കെ ഭയങ്കര കേട്ടോ. അമ്മേ സൂപ്പർ. പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ കണ്ടത് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആണ് വാട്ടർ ഡാൻസ്. അടിപൊളി പരിപാടിയായിരുന്നു, ഒന്നും പറയാനില്ല. അതുപോലെ നല്ല ഓഡിയൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻഗേജിങ് ആൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത്. സോയ്സ് അങ്ങനെ പർച്ചേസിങ് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പാത്രമൊക്കെ മേടിക്കരുത്. എന്നാ ചെയ്യാനാ കാണിച്ചുതരാം. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. എനിക്കൊന്നും വേണ്ട. പക്ഷെ ബാക്കിയുള്ളവർ മേടിക്കാൻ നമുക്ക് നോക്കാം, റിവ്യൂ എടുക്കാം എങ്ങനെയുണ്ടെന്ന്. വിലയൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ. എല്ലാത്തിനും അല്ല, ചിലതിനും.
അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടെ അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഞാനാണെങ്കിൽ ഒന്നും മേടിച്ചു പോലുമില്ല. ഞാൻ എന്ത് മനുഷ്യനല്ലേ, മേടിക്കാൻ തോന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. എനിക്ക് ഇവിടെ അങ്ങനെ നമ്മൾ അടുത്ത മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മാർക്കറ്റുകളുടെ വ്ളോഗ് എടുക്കുന്നത്. വ്ളോഗല്ല, ഞാൻ തന്നെ ഇങ്ങനെ വരുന്നത്. കുറെ നാളായി, പണ്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ കൊള്ളാം. ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനത്തെ മാർക്കറ്റ് ഒന്നും ഇല്ല ഗൈസ്. നൈസാണ്. കണ്ട വെറൈറ്റി ഓഫ് ഷോപ്പ്. സ്വീറ്റ് ഷോപ്പ് ഉണ്ട്. സ്വീറ്റ് മേടിക്കുന്നുണ്ടോ ചാൾസ? എല്ലാരും മേടിച്ച കേസല്ല. വേണ്ട, ഇവിടത്തെ ഷർട്ടൊന്നും ഞാൻ ഇടൂല. ഇവിടുത്തെ നമ്മുടെ സ്റ്റൈലുള്ള ഒരു സെറ്റപ്പിലല്ല കേസ് ഇവിടെ ഉള്ളവര് കടയിലൊക്കെ മാർക്കറ്റില്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്. വാഗമണൊക്കെ അടുത്താണെന്ന് പറഞ്ഞാലും ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ്. കോട്ടയം ജില്ലയുടെ ടൂറിസം സ്റ്റൈലിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ആക്ച്വലി. മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മൾ കണ്ടില്ല കേട്ടോ, അവരങ്ങ് പോയി. എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് ബസ്സിലെത്തണം, അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഇരുട്ടുമായി. ഇത് ഫുൾ മാർക്കറ്റാണ് ഗൈസ്. നൈസാണ് ഇവിടെ. ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ടുണ്ട്, ഇനി അതിലേ ഉണ്ട് വഴി. അങ്ങനെ ഗൈസ് നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ എന്നെ കാണത്തില്ലെന്ന് എനിക്കറിയാം. വെട്ടം ഓക്കെ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. വി ആർ ബാക്ക് ടു ഹോം. ഫുഡ് കഴിക്കുന്നതൊക്കെ എടുക്കാനുള്ള ശേഷിയിലായിരുന്നു, ക്ഷീണം, വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അയ്യ. അപ്പം ഇനി ബായ് പറയാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബായ് പറയുന്നത്. നമുക്ക് ഇതൊരു അടിപൊളി വ്ളോഗ് ആക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.